അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടൊരു പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്നവർക്ക് ആ പടത്തോടൊരു കമ്മിറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് വരണം. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം എത്ര കോടികൾ മുടക്കിയാണ് ഒരു പടം നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഒരൊറ്റ പാത്രത്തിൽ നിന്നാണ് ഈ പൈസ മുഴുവൻ പോണത്. അപ്പോൾ ആ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിങ്ങിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അതിൽ അഭിനയിച്ചവരെ പ്രൊമോഷന് പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവിക നീതി ന്യായവും മാത്രമാണ്. അതിൽ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അത് അദ്ദേഹം ജിബുലിനെ പോലെയൊക്കെ ഉള്ളൊരു നല്ല ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പുട്ടുമാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇയാൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിന്റെ പേരിലെ പ്രശ്നം, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിൽ എന്താണ് ആശയ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ വിളിച്ച അവർ സംബന്ധമോ അതിലേക്ക് അന്വേഷണം നടത്തുകയും വേണം. അതോടൊപ്പം തന്നെ ഏത് ആർട്ടിസ്റ്റ് ആയാലും ഒരു പടം ഇറങ്ങുന്ന സമയത്ത് അതിന്റെ പ്രൊമോഷൻ പങ്കെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം. അതൊക്കെ ചെയ്യപ്പെടും. അതിന്റെ OTT റൈറ്റ് സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ഓൺലൈൻ തരത്തിലുള്ള റൈറ്റുകൾ ചിലപ്പോൾ കിട്ടും. എല്ലാ പടങ്ങളും കിട്ടത്തില്ല. 98% പടങ്ങൾക്ക് ഒന്നും ഒരു റൈറ്റും കിട്ടുന്നില്ല. ഇപ്പോൾ ആകെ 5-6 പേർക്ക് മാത്രമേ ഒറ്റിന്റെ നോംസുള്ളൂ. ശ്രീ മമ്മൂട്ടിയായാലും ശ്രീ മോഹൻലാലായാലും പ്രതിലും ദിലീപായാലും ഉണ്ണിമായാലും അങ്ങനെയുള്ള ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ഈ OTT-യിലോ സാറ്റലൈറ്റിലോ ഒക്കെ പോയി നമുക്ക് ടേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ആൾക്കാർക്ക് ആർക്കും തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു പുതിയ പടം ഞാനിപ്പോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാൻഡം 5 എന്നാണ്. ആ പടത്തില് എടുക്കുന്ന വേദന സ്ട്രെയിന് സാമ്പത്തികമായ സ്ട്രെയിനാണ്, അല്ലാതെ മറ്റൊരു കാര്യം. ഇപ്പൊ എത്രയോ പേരാണ് അടങ്ങുന്ന ഒരു സംഘത്തെ ഡെയിലി അവരുടെ ബാറ്റ അവരുടെ റെമ്യൂണറേഷൻസ് ആർട്ടിസ്റ്റുകളുടെ കൊടുത്തു വരുമ്പോൾ നമ്മൾ കണ്ണു തള്ളി പോകും. അതുപോലെ സാമ്പത്തികം ഇല്ലാതെ നോക്കുമ്പോൾ അതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ആ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയത്ത് അതിൽ അഭിനയിച്ചവരുടെയും അതിന്റെ സാങ്കേതിക മികവുള്ള പ്രവർത്തകരുടെയും ഒക്കെ ഒരു സഹായം, ഒരു കൈത്താങ്ങെന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു ആശ്വാസമാണ്. അപ്പൊ അത് ലഭിക്കില്ല എന്ന് പറയും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു നടനെ മാത്രം വെച്ച് പറയല്ല. ഇപ്പൊ നമ്മൾ മുജുമോനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതോട് എനിക്ക് യോജിപ്പില്ല. മറ്റു പലരും ഉണ്ട്. അപ്പൊ അതിനകത്ത് അവരെല്ലാം വളരെ കാര്യങ്ങൾ അവരഭിനയിക്കും, അവർ പോകും. പിന്നീട് അവർക്ക് യാതൊരു ഒരു പക്ഷി തൂവല് കുടഞ്ഞിടുന്ന പോലെ ഇട്ടിട്ട് അവരങ്ങ് പോവുകയാണ്. അതൊരിക്കലും ഒരു ശരിയല്ല. കാരണം അതിന്റെ മുഴുവൻ സാമ്പത്തിക ഭാരം ദോഷങ്ങളും അനുഭവിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രം അതിന്റെ പ്രൊഡ്യൂസറാണ്. പറഞ്ഞില്ല, ഞാനിപ്പോ പടം കഴിഞ്ഞ 3 മാസം മുമ്പ് എന്റെ ഒരു പടം റിലീസ് ചെയ്തു. എനിക്ക് ഏകദേശം 1 കോടി രൂപ നഷ്ടമാണ്. ആരും തന്നെ വിളിച്ചു പോലും ചോദിച്ചില്ല എന്താണ്, പടം വിജയിച്ചോ പരാജയപ്പെട്ടോ, അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്നുള്ളൊരു സിമ്പതി പോലും വർക്കൗട്ട് ചെയ്യുന്നില്ല. എങ്കിലൊരു മര്യാദയ്ക്ക് പോലും ആരും വിളിക്കുന്നില്ല. അഭിനയിച്ചവരും വിളിക്കത്തില്ല, സാങ്കേതിക വിദഗ്ധരും വിളിക്കത്തില്ല. അവരൊരു പടം പരാജയപ്പെട്ട് കഴിയുമ്പോൾ പ്രൊഡ്യൂസറെ കുറ്റപ്പെടുത്തുക. സമൂഹത്തിലും അങ്ങനെയാണല്ലോ. ഓൺലൈൻ മാധ്യമങ്ങളിൽ പടം പൊട്ടിക്കഴിയുമ്പോൾ ഇപ്പൊ ഈ അടുത്ത നാളിൽ എന്റെ പടത്തെ കുറിച്ച് OTT വന്നപ്പോൾ ഒരാൾ എന്നെ മാത്രം കുറ്റപ്പെടുന്നത് കണ്ടു. ഞാനല്ല അതിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ആൾ അല്ലേ. അപ്പൊ സജി അന്ത്യാറിന്റെ പടം എന്നൊക്കെ പറഞ്ഞു, സജി അന്ത്യാറിന്റെ വേറെ പണി, ഇങ്ങനെയൊക്കെ ചോദിക്കുക. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ പങ്കെടുക്കുന്നു. അതിന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ക്യാമറമാനും അവർ ഉൾക്കൊള്ളുന്ന ടെക്നീഷ്യന്മാരുടെ കയ്യിലാണ്. പ്രൊഡ്യൂസർക്ക് പണം മുടക്കാനും നിർദ്ദേശം കൊടുക്കാനും മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ പണം പിടിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. നമ്മൾ സാധാരണ പറയുന്നത് മുട്ടയിടുന്ന കോഴിക്ക് അതിന്റെ വിഷമം അറിയാന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് നമ്മളെ പഠിക്കാം, നമ്മളെ ഇതൊക്കെ വേണമെങ്കിലും പറയാൻ മാറിയെന്ന്. പക്ഷെ ഇത് അനുഭവിക്കുന്ന ഒരാൾക്ക് അവർ ആ സ്ഥാനത്ത് വന്ന് നിൽക്കണം. ഒരു പടം പിടിക്കുന്ന പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് അവർ വന്ന് നിൽക്കുമ്പോഴേ നമ്മൾ പ്രൊഡ്യൂസർമാരുടെ സ്ട്രെയിൻ എന്താണെന്ന് മനസ്സിലാകുന്നത്. ഒരിക്കലും ഈ പടം പിടിക്കണം. ഇങ്ങനെയുള്ള ഒരു പടം പിടിക്കുമ്പോഴാണ് ഈ ലക്ഷങ്ങളും കോടിയും പോകുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. പണത്തിന് വിലയുള്ള നമ്മളാരും കുറിക്കുന്നല്ലോ പണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്റ്റ് അവരുടെ കുഞ്ഞാണത്. ആ കുഞ്ഞിനെ താലോലിക്കാനും വളർത്തിയെടുക്കാനും ഓരോ ആർട്ടിസ്റ്റുകൾക്കും അതിനകത്ത് ടെക്നിക്കൽ ബാധ്യതയുണ്ട്. അത് സാമാന്യ മര്യാദയാണ് അല്ലേ. അപ്പൊ ഇതല്ലാതെ മാറി എന്ന് കൈ കിട്ടി നിൽക്കുന്നതിനോട് അത് ഞാനൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് പറയാം. ബിജുമാനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ബിജുമാനെ ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ മറ്റു പല നടന്മാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ചാൻസ് കൊടുത്ത നടന്മാർ പോലും നമ്മളോട്, ഇപ്പൊ ഞാൻ തന്നെ പല പടങ്ങളും ചാൻസ് കൊടുത്തവരുണ്ട്. പിന്നീട് അവര് വിളിക്കുമ്പോൾ അവര് പറയുന്ന റേറ്റ് കേട്ടാൽ നമ്മുടെ തല ഇറങ്ങിപ്പോവും. മലയാള സിനിമ തകർന്നടിഞ്ഞിരിക്കുക. വല്ലപ്പോഴും ഒരു പടം ഹിറ്റാവും. ഇപ്പൊ പ്രകമ്പനം ഹിറ്റാവുന്നുണ്ട് അല്ലേ. വല്ലപ്പോഴും 100-2%. ബാക്കി എല്ലാ പടങ്ങളും ചെറിയ പടങ്ങളൊക്കെ വീഴുക ബോക്സ് ഓഫീസിൽ. നഷ്ടം പ്രൊഡ്യൂസർ മാത്രം. താങ്കളും ഒരു മര്യാദയില്ലാത്ത മേഖലയാണ്, ഒരു നന്ദിയില്ലാത്ത മേഖലയാണ്. ഉള്ള കാര്യം ഉള്ളവരെ പറയാം. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യം, ഓരോ ആത്മാർത്ഥയും നന്ദിയില്ലാത്തൊരു മേഖലയാണ് സിനിമാ മേഖല. ഈ പടം വിജയിച്ചാലോ
എല്ലാവരോടെ കൂടി പറയാം, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പടം വിജയിച്ച് കണ്ടോ, എനിക്ക് അന്നേ തോന്നിയിരുന്നു എന്ന് പറഞ്ഞ് ആ പ്രൊഡ്യൂസറെ കൊണ്ട് അടുത്ത പടം എടുപ്പിച്ച് അവന്റെ എടുപ്പിക്കുക അവർ. ഇതൊക്കെയാണ് ഇപ്പൊ പരാജയത്തിന്റെ ഉടമസ്ഥൻ അവസാനം പ്രൊഡ്യൂസർ മാത്രമാണ്. ഒരു പടം പരാജയപ്പെട്ട് കഴിയുമ്പോൾ അതിന്റെ പരാജയം മുഴുവൻ പ്രൊഡ്യൂസറുടെ തലയിൽ വെക്കും, കാശ് മുടക്കുമല്ലേ. ക്രിയേറ്റിവിറ്റി പങ്കെടുത്തിട്ടെല്ലാം മാറി നിന്ന് കൈ കഴുകി വേണം പ്രൊഡ്യൂസറോടെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. പക്ഷെ മാറി നമുക്ക് എന്തും കുറ്റപ്പെടുത്താം, എന്ത് വേണമെങ്കിലും നമുക്ക് കല്ലെറിയാം. പക്ഷെ സാമ്പത്തികമായ ഒരു പ്രോഡക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ പൈസ സിനിമയ്ക്ക് മുടക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണി വേറെ ബിസിനസ്സിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സിനിമ എന്ന് പറഞ്ഞ മേഖലയിൽ, എന്റർടൈൻമെന്റ് മേഖലയിൽ പണം മുടക്കാൻ പ്രൊഡ്യൂസർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും സാമ്പത്തികമായി ഈ മേഖലയിൽ 10,000-കണക്കിന് പേരാണ് ജീവിക്കുന്നത്. ഗവൺമെന്റ് 5 പൈസ മുടക്കില്ല. ഗവൺമെന്റ് അങ്ങോട്ട് പൈസ 40% ഗവൺമെന്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ടാക്സ്. കേന്ദ്ര ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ GST മറ്റ് ടാക്സുകൾ ഒരു 1,00,000 രൂപ മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് 40,000 രൂപയാണ് പലിശ നമ്മുടെ നികുതി ഇനത്തിൽ പോകുന്നുണ്ട്. ഒരു മര്യാദയും തിരിച്ചില്ല, കറവ പശു ആക്കുകയാണ്. തൂമ്പാട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഇൻഡസ്ട്രി ശരിക്കും സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ജനങ്ങളുടെ സഹകരണം വേണം, പ്രേക്ഷകരുടെ സഹകരണം വേണം, ആർട്ടിസ്റ്റുകളുടെ സഹകരണം വേണം. ഈ സഹകരണം മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റൂ. അത് നല്ല കണ്ടന്റ് ഉണ്ടാവണം. അപ്പൊ പ്രേക്ഷകർ തന്നെ നല്ല പടങ്ങൾ വിജയിപ്പിക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും പ്രൊഡ്യൂസർ പരാജയപ്പെടുന്ന പടങ്ങളെ പരിഹസിക്കുന്നതിനപ്പുറം അതിന് വേദനയും സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചും അവർ സ്വയം മനസ്സിലാക്കി എല്ലാ ആ പടത്തിൽ ആരഭിനയിച്ച അവർ വന്ന് പ്രൊമോഷനിൽ പങ്കെടുത്ത് ആ പടം വിജയിപ്പിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അവർ പണം വാങ്ങിച്ചു പോയവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തിയെ മാത്രമല്ല, സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവണത ഉണ്ടെങ്കിൽ അത് ദോഷമാണ്, അത് ഇൻഡസ്ട്രിക്ക് ദോഷം. ഇത്തരക്കാർക്കെതിരെ നടപടികൾ ശക്തമായി എടുക്കേണ്ടത് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.